മഴതോരും മുമ്പേൽ നമ്മുടെ രോഹിത്തും രേവതിക്കുട്ടിയും അടുക്കുന്നത് കാണാനായിട്ട് കഴിയും. അങ്ങനെ രോഹിത്തിനോടുള്ള സമീപനത്തിൽ രേവതിക്കുട്ടി നല്ല രീതിയിൽ മാറ്റം വരുത്തുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, രേവതിക്കുട്ടിക്ക് മനസ്സിലാകുന്നുണ്ട് രോഹിത് ബാലചന്ദ്രൻ നല്ലൊരു വ്യക്തിയാണെന്നും ഒരുപാട് മാറിയിട്ടുണ്ടെന്നും. പഴയ സ്വഭാവത്തിൽ നിന്നും ഒരുപാട് മാറിയ രോഹിത്തിൻ്റെ അടുത്ത് രേവതിക്കുട്ടി സംസാരിക്കുന്നതിനിടെ പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചതിനേക്കാളും നിങ്ങൾ കുറച്ചുകൂടി നന്നായിട്ടുണ്ട് എന്ന് പറയുന്നു. എന്തായാലും പഴയ സ്വഭാവം ഉപേക്ഷിച്ചത് നന്നായി എന്ന് പറയുന്നു. അത് കേട്ട രോഹിത്തിന് ഒരു സന്തോഷമാകുന്നുണ്ട്. ഇതിനിടയിൽ നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ നമ്മുടെ സ്റ്റാലിനെ അന്വേഷിച്ചിട്ടുള്ള കറക്കത്തിലാണ്. സ്റ്റാലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിച്ചെങ്കിലും എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്ന് ബാലചന്ദ്രൻ അറിയില്ല. ഇതിൽ നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ നമ്മുടെ ഗോവർദ്ധനെ ഒരു മുറിയിലാക്കിയിട്ടാണ് സ്റ്റാലിനെ കാണാനായിട്ട് പോകുന്നത്. ഗോവർദ്ധനെ കൊണ്ടുപോകുന്നില്ല എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അങ്ങനെ ബാലചന്ദ്രൻ സ്റ്റാലിനെ കണ്ടുമുട്ടുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. ഇതേ സമയം സ്റ്റാലിൻ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ എന്നെ കാണാൻ വന്നത്, എന്താണ് കാര്യം എന്നൊക്കെ സ്റ്റാലിൻ ചോദിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം ബാലചന്ദ്രൻ അതിനെക്കുറിച്ച് വിവരിക്കാൻ പോവുകയാണ് എന്ന് കാണാം. അലീനയുടെ ആ രഹസ്യത്തെക്കുറിച്ച് ബാലചന്ദ്രൻ പറയാനായിട്ട് ഒരുങ്ങുന്നുണ്ട് എന്നും കാണാനായിട്ട് കഴിയും. ഇതിനിടയിൽ നമ്മുടെ സ്റ്റാലിൻ ഞെട്ടി നിൽക്കുന്നതും കാണാനായിട്ട് സാധിക്കും. അങ്ങനെ രേവതിക്കുട്ടിയോട് അതിവൈകാരികമായി തന്നെ നമ്മുടെ രോഹിത്ത് വിട പറയുന്നുണ്ട്. അതായത് അവർ തിരികെ കടപ്പാട്ടൂർ വീട്ടിലേക്ക്, കോട്ടയത്തേക്ക്, പാലയിലേക്ക് വരികയാണ് എന്ന് കാണാൻ സാധിക്കും. രേവതിക്കുട്ടി പോകും വഴി പറയുന്നുണ്ട് നമ്മുടെ രോഹിത്തിനോട്, എന്തായാലും നിങ്ങൾ മാറിയതിൽ സന്തോഷമുണ്ട്, ഇടയ്ക്കൊക്കെ ഇവിടേക്ക് വരണം എന്ന് പറയുന്നത് കാണാം. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട് തീർച്ചയായും വരുമെന്ന്. ഇതിനിടയിൽ കൃഷ്ണമോള് പറയുന്നുണ്ട്, രേവതി ചേച്ചിയുടെ മുൻപിൽ മാത്രമേ രോഹിയേട്ടൻ മുട്ടുമടക്കിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതിക്കുട്ടിക്ക് അത് വലിയ സന്തോഷമാകുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ സബ്സ്ക്രൈബ്.